മലപ്പുറത്തേക്ക് നമ്മൾ പോവുകയാണ്. ആദ്യം ഇവിടെ കോൺഗ്രസ് MLA-മാർക്കായി സംഘടിപ്പിച്ച ഒരു സ്വീകരണ പരിപാടിയിൽ വിഭാഗീയത ദൃശ്യം. തെരഞ്ഞെടുപ്പ് വിജയത്തിൽ VD സതീശന്റെ പങ്കിനെക്കുറിച്ച് സംസാരിക്കാൻ 3 MLA-മാർ തയ്യാറായില്ല. KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിലാണ് VD സതീശനെ വിസ്മരിച്ച 3 നേതാക്കൾ പ്രസംഗിച്ചത്. KC വേണുഗോപാലിനെ പുകഴ്ത്തിയായിരുന്നു VS ജോയിയുടെയും ആര്യാടൻ ഷൗക്കത്തിന്റെയും പ്രസംഗം. VD സതീശനെ കുറിച്ച് ഒന്നും പരാമർശിക്കാതെയായിരുന്നു AP അനിൽകുമാറിന്റെ പ്രസംഗം. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് ഞാൻ തവനൂരിൽ വിജയിച്ചതിൽ വിജയിക്കുമ്പോൾ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ മത്സരിക്കുമ്പോഴും എനിക്ക് സീറ്റ് ലഭിക്കുമ്പോഴും ഞാൻ തിരഞ്ഞെടുപ്പ് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുമ്പോഴും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്കുണ്ടായതിനേക്കാൾ വലിയ ടെൻഷൻ എന്നെക്കുറിച്ച് വച്ചു പുലർത്തുന്ന നേതാവെന്ന് ഞാൻ കരുതിയത് പ്രിയപ്പെട്ട ശ്രീ KC വേണുഗോപാൽ MP ആണ്. അദ്ദേഹം തിരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും എന്നെ സംബന്ധിച്ച് ഞാൻ മത്സരിക്കണമോ മത്സരിക്കണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്ന ആ സന്ദർഭത്തിലൊക്കെ തന്നെ എനിക്ക് വേണ്ടി മറ്റു 140 സീറ്റുകളിൽ 139ന്റെ കാര്യത്തിൽ എടുത്തതിനേക്കാൾ ഏറ്റവും കൂടുതൽ നന്നായി ശ്രദ്ധിക്കുക എന്നെ കെയർ ചെയ്ത പ്രിയപ്പെട്ട നേതാവ് ശ്രീ KC വേണുഗോപാൽ MP ആണ്. നിങ്ങളൊക്കെ വന്ന് 11,000 ചില്ലാനം വോട്ടിന് ജയിപ്പിച്ചു. പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിന് 9 മാസം മാത്രമേ ബാക്കിയുള്ളൂ. ആ 9 മാസം കഴിഞ്ഞ് നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ആർക്കും വരാൻ കഴിയില്ല എന്നെനിക്കറിയാം. എന്നോടന്ന് KC വേണുഗോപാൽ പറഞ്ഞൊരു വാക്കുണ്ട്. എന്നോട് പറഞ്ഞു, തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞാൽ ഉടനെ പിറ്റേ ദിവസം മുതൽ അടുത്ത തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം നിനക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഭൂരിപക്ഷം നിനക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനം മനസ്സിരുത്തി ഞാൻ ചെയ്തു എന്നതുകൊണ്ട് തന്നെ ആയിരിക്കാം എനിക്ക് ഒരു വലിയ ഭൂരിപക്ഷം നൽകാൻ നിലമ്പൂർക്കാർക്ക് സാധിച്ചു എന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. KC വേണുഗോപാലിനെ കുറിച്ച് പരാമർശിക്കാതെ പൊന്നാനി MLA നൌഷാദ് അലിയും സംസാരിച്ചു. VD സതീശൻ സർക്കാരിന് കരുത്തു പകരണമെന്നാണ് നൌഷാദ് അലിയുടെ ആവശ്യം. നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത് ബഹുമാന്യനായ മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. ആ സർക്കാരിന്റെ കരങ്ങൾക്ക് കരുത്തു പകർന്നുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാമെന്നൊരു പ്രത്യാശ മാത്രം ഈ വേളയിൽ പങ്കുവെച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. മലപ്പുറത്തെ മുഴുവൻ കോൺഗ്രസ് സീറ്റിലും ചരിത്ര വിജയം നേടിയതിനായിരുന്നു MLA-മാർക്ക് സ്വീകരണം നൽകിയത്. മുബഷിർ പി അക്ബർ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. ഒപ്പം റോഷിപാലും ചേരുന്നുണ്ട്. മുബഷിർ, അപ്പോൾ മലപ്പുറത്ത് ഇത്തവണ എല്ലാ സീറ്റിലും വിജയിക്കാൻ സാധിച്ചു. മലപ്പുറം തൂത്തുവാരിയും എടുത്തു. അതിനുശേഷം 102 സീറ്റുകൾ നേടി അധികാരത്തിന് ശേഷം മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ള ആ ഒരു തർക്കം നമുക്കിപ്പോൾ ആ ഒരു സമയത്തെ ആ ഒരു രാഷ്ട്രീയം ഓർമ്മ വരികയാണ്. അന്ന് KC വേണുഗോപാലിനോടൊപ്പം നിലയുറപ്പിച്ച 3 MLA-മാർ ഇപ്പോൾ സംസാരിക്കുന്ന KCക്ക് അനുകൂലമായി വാദോരാതെ പുകഴ്ത്തി പറയുകയാണ്. അപ്പോൾ അന്ന് VD സതീശനൊപ്പം നിലനിന്ന ആളാണ് പൊന്നാനി MLA ആയിട്ടുള്ള നൌഷാദിൽ ഇപ്പോഴും VD സതീശന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ തർക്കമൊക്കെ കഴിഞ്ഞ് മുഖ്യമന്ത്രിയൊക്കെ തിരഞ്ഞെടുത്തു. UDF എന്നൊക്കെ അന്ന് പറഞ്ഞു. അധികാരം നല്ല രീതിയിൽ തന്നെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അപ്പോഴും ഈ ഒരു വിഭാഗീയത പ്രകടമാവുന്നുണ്ടല്ലേ? പലപ്പോഴും പൊതുവേദിയിൽ പോലും അത് നേതാക്കൾ തുറന്നു പറയാൻ തയ്യാറാകുന്നുമുണ്ടല്ലേ മുബഷിർ? ഒരിടവേളയ്ക്ക് ശേഷമാണ് ഈ വിഭാഗീയത പരസ്യമായിട്ട് പുറത്തുവരുന്നത്. ഷിഹാസ്, മുഖ്യമന്ത്രി ആരാകുമെന്ന ചർച്ചകൾ നടന്ന ഘട്ടത്തിൽ തന്നെ VD സതീശന് വേണ്ടി ഒരു വിഭാഗം, KCക്ക് വേണ്ടി മറ്റൊരു വിഭാഗം, രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി മറ്റു ചില കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ രംഗത്തിറങ്ങിയതും നാടകീയമായിട്ടുള്ള പല കാഴ്ചകളും നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രിയായിട്ട് VD സതീശൻ വരുന്നു. കോൺഗ്രസിന്റെ UDFന്റെ പ്രവർത്തനങ്ങൾ, സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്ന വേളയിൽ കൂടിയാണ് KC വേണുഗോപാൽ തന്നെ പങ്കെടുത്തൊരു പരിപാടിയിൽ വിഭാഗീയത പരസ്യമായിട്ട് പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ നേതാക്കളുടെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഔദ്യോഗിക പരിപാടി തന്നെയായിരുന്നത്. മലപ്പുറം DCC സംഘടിപ്പിച്ച കോൺഗ്രസിന്റെ MLA-മാർക്ക് നൽകിയ സ്വീകരണ പരിപാടിയായിരുന്നു. അതായത് മലപ്പുറം ജില്ലയിൽ കോൺഗ്രസ് മത്സരിച്ചത് 4 സീറ്റുകളിൽ നിലമ്പൂർ, വണ്ടൂർ, തവനൂർ, പൊന്നാനി 4 സീറ്റിലും ഉജ്ജ്വല വിജയം നേടാൻ കോൺഗ്രസിനെ സംബന്ധിച്ച് സാധിച്ചിരുന്നു. ആര്യാടൻ ഷൗക്കത്ത്, AP അനിൽകുമാർ, KP നൌഷാദ് അലി, അതോടൊപ്പം തന്നെ VS ജോയ്, കോൺഗ്രസിന് 4 MLA-മാർ വിജയിക്കുന്നു. ഇവർക്ക് നൽകിയ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തിരുന്നത് KC വേണുഗോപാലായിരുന്നു. ഈ സ്വീകരണ പരിപാടിയിൽ സംസാരിക്കവെയാണ് VS ജോയും AP അനിൽകുമാറും അതോടൊപ്പം തന്നെ ആര്യാടൻ ഷൗക്കത്തും KC വേണുഗോപാലിനെ പുകഴ്ത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയായുള്ള VD സതീശനെ പൂർണ്ണമായിട്ടും മറന്നുകൊണ്ടുള്ള ഒരു സംസാരം അവിടെ നടത്തിയിരിക്കുന്നത്. അതിൽ VS ജോയുടെ വാക്കുകളൊക്കെ തന്നെ വളരെ കൃത്യമായിട്ടും KCയുടെ പ്രാധാന്യം എത്രത്തോളമാണ് ഈ പറയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടാക്കിയതെന്ന് അടിവരയിടുന്ന വാക്കുകൾ തന്നെയാണ്. KC വേണുഗോപാൽ തന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് കെയർ ചെയ്ത നേതാവായിരുന്നു എന്നുള്ളതാണ് VS ജോയ് ചൂണ്ടിക്കാണിച്ചത്. തന്നെ വിജയിപ്പിക്കുന്നതുവരെ KC പ്രത്യേകമായി സ്ട്രെയിൻ എടുത്തെന്നും VS ജോയ് പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആര്യാടൻ ഷൗക്കത്ത് പറയുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം തന്നത് KC വേണുഗോപാലായിരുന്നു.
നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഘട്ടത്തിൽ തന്നെ കേസ് തന്നോട് പറഞ്ഞിരുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറെടുത്തു എന്നുള്ളതായിരുന്നു. അത് സ്വാഭാവികമായിട്ടും നിലമ്പൂരിൽ വലിയ ഭൂരിപക്ഷം വിജയിക്കുന്ന വലിയ ഭൂരിപക്ഷത്തിലുള്ള വിജയത്തിന് കാരണമായി എന്ന് ആരോടും പറഞ്ഞു വെക്കുന്നുണ്ട്. സംസ്ഥാനത്ത് തന്നെ കോൺഗ്രസിന്റെ ഒരു MLA ഏറ്റവും അധികം ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലം കൂടിയാണ് നിലമ്പൂര്. അതോടൊപ്പം തന്നെ റവന്യൂ മന്ത്രിയായുള്ള AP അനിൽകുമാർ പറയുന്നത് അദ്ദേഹം ഒരു ഘട്ടത്തിലും മുഖ്യമന്ത്രി VD സതീശനെ എവിടെയെങ്കിലും ഒന്ന് പരാമർശിക്കാൻ പോലും തയ്യാറായിട്ടില്ല. KCയെ പറഞ്ഞുകൊണ്ടുള്ള പ്രസംഗം തന്നെയായിരുന്നു AP അനിൽകുമാറും പറഞ്ഞിരുന്നത്. ഇക്കാര്യത്തിൽ VD സതീശനെ പിന്തുണച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ VD സതീശനെ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം നടത്തിയത് നൌഷാദ് അലി മാത്രമായിരുന്നു. പൊന്നാനി MLA ആണ്. ആ മുഖ്യമന്ത്രി VD സതീശന്റെ വിശ്വസ്തനാണ് KP നൌഷാദ് അലി എന്ന് നമുക്കറിയാം. അദ്ദേഹം പറയുന്നത് VD സതീശൻ സർക്കാരിന് കരുത്ത് പകരാൻ എല്ലാവരും തയ്യാറാക്കണമെന്നുള്ളതാണ് പ്രസംഗത്തിലൂടെ ശരി മുബഷിർ.